നമ്മളെ കയ്യിലൊരു ഭണ്ഡാരം ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഒരു കൊല്ലത്തിന് മേലെയായി ആ ഭണ്ഡാരം തുടങ്ങിയിട്ട് നമുക്കാണെങ്കിൽ അർജന്റായിട്ട് ഒരു 50,000 രൂപ ആവശ്യമുണ്ട്. അപ്പൊ ആരോ പറഞ്ഞു, നീ എന്തിനാ ഈ ടെൻഷൻ അടിക്കണത്, നിന്റെ ഭണ്ഡാരം തന്നെ പൊളിച്ചാ പോരെയെന്ന്. നമ്മൾ പറഞ്ഞു അതില് 50,000 ഉണ്ടാവില്ല. അയാള് നമ്മൾ തമ്മിൽ ഒരു വാശിപ്പുറത്ത് ഭണ്ഡാരം പൊളിച്ചു നോക്കി. അയാൾ പറഞ്ഞു 50,000 മേലൊക്കെ ഉണ്ടാവും, കാരണം നീ കുറെ തവണ അതിൽ ക്യാഷ് ഇട്ട കഥ നമ്മളോട് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഒരു ചാലഞ്ച് എന്ന അർത്ഥത്തിൽ ഭണ്ഡാരം പൊളിച്ചു നോക്കുമ്പോ കിട്ടിയ ക്യാഷ് 1,30,000 രൂപ. നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. എന്താണ് ശരിക്കും ഇപ്പൊ ഇവിടെ സന്തോഷിക്കാൻ വക ഉണ്ടായത്? ഭയങ്കരമായിട്ട് സന്തോഷിക്കാൻ മാത്രം ഇപ്പൊ എന്താ വക? നമ്മൾ തന്നെയല്ലേ ഈ 1,30,000 രൂപ അതിലിട്ടത്, വേറെ ഒരാൾ 5 പൈസ ഇട്ടിട്ടില്ല. അപ്പൊ നമ്മൾ ഇട്ട ആ ക്യാഷ് അവിടെ തന്നെ ഉണ്ട് എന്നുള്ളതിൽ ഇപ്പൊ എന്താ സന്തോഷിക്കേണ്ടത്? ഇപ്പൊ ഞാൻ കയ്യിൽ കെട്ടിയിരിക്കുന്ന വാച്ച് പ്രസംഗം കഴിയുമ്പോഴേക്ക് കയ്യിൽ തന്നെ ഉണ്ട്, അതുകൊണ്ട് ഇപ്പൊ സന്തോഷം ഉണ്ടാവും. ഞാൻ വെച്ച ക്യാഷ് ഭണ്ഡാരത്തിലുണ്ട്. പിന്നെ എങ്ങനെയാ സന്തോഷിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാല് നമ്മൾ അത്ര പ്രതീക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്രതീക്ഷിതമായി ഇത്രയും വലിയ സംഖ്യ കിട്ടിയപ്പോ സ്വന്തം പണമാണെങ്കിലും നമുക്ക് വലിയ ഹാപ്പി ഉണ്ടാവും. ഇതേപോലെ സരിയു സിഖ്തി റളിയല്ലാഹു അൻഹു പറയാണ്, നിന്റെ ഖബർ എന്ന ഒരു ലോകത്തെ